ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഈ വരുന്ന ഡിസംബർ 18 2024 ബുധനാഴ്ച ദിവസം കുചേല ദിനമാണ്. അപ്പം കുചേല ദിനത്തിൽ നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി ഭഗവാൻ ഈ പറയുന്ന ഒരു കാര്യം ഈ പറയുന്ന രീതിയിൽ നിങ്ങൾ സമർപ്പിച്ചാൽ സർവ്വവിധ കടങ്ങളും കടബാധിതകളും ഭഗവാന്റെ അനുഗ്രഹത്താൽ മാറിക്കിട്ടും. ദാരിദ്ര്യ ശമനം ഉണ്ടാകും. കുചേലനെ ഭഗവാൻ കുബേരനാക്കിയ ദിവസമാണ്. ഇന്നല്ലേ നാളെ ഭഗവാന് നിങ്ങൾ എന്ത് സമർപ്പിച്ചോ അതിൻ്റെ 10 ഇരട്ടി ഐശ്വര്യങ്ങൾ ഭഗവാൻ തിരിച്ചു തരും. ഒരു സംശയം വേണ്ട. അത് കുചേല ദിനമാണ്. ആ ദിവസമാണ് കുചേലൻ ഭഗവാന് അവൽപ്പൊതി സമർപ്പിച്ച് ഭഗവാൻ കുചേലനെ കുബേരനാക്കിയത്. അപ്പോൾ ആ ദിവസത്തിന് നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകുന്നവർക്കും പോകാത്തവർക്കും ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കണം. അതോടൊപ്പം ഈ വീഡിയോയുടെ ഏകദേശം അവസാന ഭാഗത്തായിട്ട് ഒരു ഭഗവത് രഹസ്യം ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അതൊരു കഥ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറഞ്ഞിട്ടായിരിക്കും പറയുന്നത്. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് ഈ കുചേല ദിനത്തിൽ വീട്ടിലിരുന്ന് ചെയ്യാവുന്ന ഒരു ഭഗവത് രഹസ്യമുണ്ട്. അതും കൂടി അറിയുവാൻ ശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദയവായിട്ട് അഭ്യർത്ഥിക്കുന്നത്. കാരണം അതറിഞ്ഞാൽ എല്ലാം അറിഞ്ഞു. അത് മഹർഷിമാരെ ഋഷീശ്വരന്മാരെ പുണ്യാത്മാക്കളെ എല്ലാം ചെയ്ത ഒരു ഭഗവത് രഹസ്യമാണ്. അത് എനിക്ക് കുചേല ദിനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അന്ന് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട കാര്യം പറഞ്ഞിട്ട് അതെങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ചരിത്ര പശ്ചാത്തലം ഞാൻ പറയും. അതിൻ്റെ അകത്ത് ഒരു ഭഗവത് രഹസ്യമുണ്ട്. ഒരു ഭഗവത് രഹസ്യം അത് പറഞ്ഞിട്ടേ പറയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഭഗവത് രഹസ്യം പറയുമ്പോൾ ആ ഭഗവത് രഹസ്യം ഭഗവാൻ കൃഷ്ണൻ്റെ നാരായണൻ്റെ രഹസ്യമാണ്. അത് നിങ്ങൾ അറിഞ്ഞാൽ നിങ്ങൾക്ക് പരമപദമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എത്ര വയസ്സ് ജീവിച്ചിരുന്നാലും 50 വയസ്സായാലും 60 വയസ്സായാലും 90 വയസ്സായാലും നിങ്ങൾ ഈ ഒരു കാര്യം ഞാനിന്ന് വീഡിയോയുടെ അവസാനം പറയാൻ പോകുന്ന ആ ഒരു ഭഗവത് രഹസ്യം അറിഞ്ഞാൽ നിങ്ങൾക്ക് പരമപദം. അതുകൊണ്ടാണ് ഞാൻ കൈ കുപ്പിക്കൊണ്ട് അഭ്യർത്ഥിച്ച് നിങ്ങൾ കാണണമെന്നുള്ളത്. കാരണം ഞാൻ ശിവയോഗിയാണ്. നമ്മൾ ആ ശിവൻ്റെ ആ 18 സിദ്ധന്മാരുടെ മഹാസിദ്ധ പരമ്പരയുടെ ഭാഗമാണ്. എനിക്ക് പണ്ടേ ഞാൻ ചെയ്ത വിദ്യകളും അറിയാവുന്ന വിദ്യകളും ഞാനിപ്പോൾ ആ ശ്വാസവും ആ ശിവവിദ്യയിലാണ് ശ്വാസം. ശിവനും വിഷ്ണു അല്ല ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ഞാനിത് പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ഞാനെപ്പോഴും ആ ശിവബോധത്തിൽ തന്നെയാണ്. പക്ഷെ ഇത് ഞാൻ ഭഗവാൻ നാരായണനും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഭഗവാൻ നാരായണൻ്റെ ഈ വിദ്യ ഭഗവത് രഹസ്യം പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പരമപദം കിട്ടും. നിങ്ങൾ എത്ര വർഷം ഭൂമി ജീവിച്ചാലും നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ പരമപദം കിട്ടുന്ന നിങ്ങൾ അറിയുന്ന പരമപദം കിട്ടാൻ വേണ്ടി നിങ്ങൾ അറിയാൻ പോകുന്ന ഒരു കാര്യമാണ് ഞാൻ ഈ പറയാൻ പോകുന്ന വീഡിയോയുടെ ഏകദേശം അവസാനം വരും. അത്രയും നേരം ക്ഷമിച്ചിരിക്കണം അതിനെ കൈകൂപ്പിയെ. കാരണം അത് നിങ്ങൾക്ക് അതിനോളം വലിയ കാര്യമില്ല. ഏറ്റവും വലിയ ഭഗവത് രഹസ്യം ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പം അത് മുഴുവൻ കാണണം. അതുകൊണ്ടാണ് ആദ്യം ഇത്ര പറഞ്ഞത്. ഇനിയിപ്പം കാണാതിരിക്കും നിങ്ങളുടെ ഇഷ്ടം. എൻ്റെ ഭാഗം ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞു. അത് കുറേ ആളുകളെങ്കിലും കാണുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവരൊക്കെ ഭഗവാനെ അറിയും. നിങ്ങൾ എത്ര വഴിപാട് ചെയ്താലും എത്ര ക്ഷേത്രങ്ങൾ ദർശനം നടത്തിയാലും എത്ര ധ്യാനം ചെയ്താലും ഞാനീ പറയുന്ന ഈ വീഡിയോയുടെ അവസാനം പറയുന്ന ഭഗവത് രഹസ്യം അറിഞ്ഞാൽ പരമപദം അത് 1 രൂപ ചിലവില്ലാതെ വീട്ടിൽ ഇരുന്ന് ചെയ്യാം. നിങ്ങൾക്ക് പറ്റുന്നവർ കാണുക. എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ എൻ്റെ ഭാഗം പറഞ്ഞു. ഇനി ബാക്കിയൊക്കെ അവനവൻ്റെ തലവരെ പോലെ. അപ്പം ഞാൻ വീഡിയോയിലേക്ക് വരികയാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നല്ല ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. അതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടി അത് ഉപകരിക്കും. ഞാൻ എല്ലാ വീഡിയോയുടെയും ആദ്യം ഇത് പറയാൻ കാര്യം ആ വീഡിയോയോട് പുലർത്തുന്ന ഒരു നീതിയാണ്. അതിനുവേണ്ടി പറയുന്നതാണ്. എല്ലാ കാര്യത്തോടും ഞാനൊരു നീതി പുലർത്താറുണ്ട്. അത് ആ നിലയിൽ പറയുന്നതാണ്. ഇനിയും ഞാൻ പുതിയതായിട്ട് ഈ വർക്കുകൾ നിങ്ങൾക്ക് ഞാൻ ഹസ്തരേഖ, സംഖ്യാജ്യോതിഷം, ഗ്രഹനില ഇത് 3മാണ് വിശകലനം ചെയ്തത്. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ നോക്കാൻ താല്പര്യമുള്ളവർ വാട്സപ്പ് ഇടുക. ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും. ഞാൻ മിക്കവാറും തിരക്കി തന്നെയാണ്.
അപ്പോൾ ഫ്രീ ആകുമ്പോൾ റിപ്ലൈ തരും. എന്നിട്ട് മുൻഗണനാക്രമത്തിലായിരിക്കും ഡേറ്റ് തരുന്നത്. ആ ഡേറ്റിന് എങ്ങനെ ചെയ്യുന്നതെന്ന് ആദ്യം പറയും. ഞാൻ ക്ഷേത്രത്തിലേക്കുള്ള നല്ല കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ, വേറെ ഒന്നും പറയാറില്ല. പിന്നെ സ്വയം ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഇതുപോലെയുള്ള ശരനൂൽ രഹസ്യവിദ്യകളും ഇതുപോലെയുള്ള നല്ല കാര്യങ്ങളെല്ലാം പറയുന്നു. അത് കേട്ടിട്ട് പിന്നെ ഭാഗ്യസംഖ്യ, ഭാഗ്യനിറം, വിളിക്കേണ്ട ദേവത, പിന്നെ മറ്റാർക്കും പറഞ്ഞു തരാൻ പറ്റാത്ത ചില ശരനൂൽ രഹസ്യങ്ങൾ, അത് വേറെ ആരും പറയത്തില്ല. അങ്ങനെയുള്ള വീഡിയോ കാണുമ്പോൾ അറിയാമല്ലോ, ഞാൻ പറയുന്ന കാര്യങ്ങൾ ആരും പറയത്തില്ല. അങ്ങനെയുള്ള ചില ശിവരഹസ്യങ്ങൾ, ശരനൂൽ രഹസ്യങ്ങൾ, ഇതൊക്കെയാണ്. അത് ആവശ്യമുണ്ട് ചെയ്യാല്ലേ ചെയ്യാതിരിക്കാം. അപ്പം ഞാൻ പറയുന്നതേ ഉള്ളൂ. പുതിയതായിട്ട് വീഡിയോ കാണുന്നവരുണ്ടായിരിക്കും, അന്നലെ പറയുന്നതാണ്. നേരിട്ട് കൺസൾട്ടിങ് ഇല്ല, കാരണം വാട്സപ്പ് വഴിയാണ്. ഞാൻ എപ്പോഴും വാട്സപ്പിലെ വർക്ക് തന്നെ സമയത്തിന് തീരുന്നില്ല, അതുകൊണ്ടാണ്. പിന്നെ ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല, എപ്പോഴും വർക്ക് തന്നെയാണ്. പിന്നെ ശിവയോഗ, അങ്ങനെ പല കാര്യങ്ങളും ഒക്കെ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ സാഹചര്യം മനസ്സിലാക്കുക. അപ്പം എല്ലാവരുടെയും മെസ്സേജിന് എനിക്ക് റിപ്ലൈ തരാൻ പറ്റത്തില്ല, കാരണം ഒരുപാട് മെസ്സേജുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് തന്നെ നോക്കണേ എന്ത് സമയം എടുക്കുന്നുണ്ടെന്നറിയോ. അപ്പം അതുകൊണ്ട് പറ്റുന്നവർക്ക് മെസ്സേജിന് റിപ്ലൈ തരും, ഒന്നും വിചാരിക്കരുത്. കാരണം നമ്മളൊരു സാധാരണക്കാരനാണ്, നമ്മുടെ ഒരുപാട് സമയം നമുക്കുമില്ല. ഉള്ള സമയത്തിനുള്ളിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുക. അപ്പോൾ ഇനി വിഷയത്തിലേക്ക് വരികയാണ്. ഡിസംബർ 18, 2024 കുചേല ദിനം. അപ്പം പലരും അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ഞാനിതിപ്പോൾ ക്ഷേത്രത്തിൽ പോയി, രാവിലെ അടുത്ത ക്ഷേത്രത്തിൽ പോയി ചോദിച്ചപ്പം ഞാൻ ചോദിച്ചു, ഡിസംബർ 18 എങ്ങനെയാ നട തുറക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നട തുറക്കത്തില്ല, വ്യാഴവും ഞായറും ഒക്കെ ഉള്ളൂ. അപ്പം അന്ന് എന്നാ പ്രത്യേകത എന്നോട് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, കുചേല ദിനമാണ്. ഇപ്പോഴും ആണോ? അപ്പം വൈകിട്ട് തുറക്കുന്നുണ്ടോ? നമ്മുടെ സന്തോഷം, വൈകിട്ട് പോകാമല്ലോ, ഇവിടെ എന്നും തുറക്കാത്ത ക്ഷേത്രമാണ്. അപ്പോൾ ഇത് ഞാനൊരു 2 ദിവസം മുമ്പേ ഇടുന്നത് എല്ലാവരും ഒന്ന് അറിയട്ടെ എന്ന് കൂടി വിചാരിച്ചാണ്. മിക്കവർക്കും പലർക്കും അറിയാം, ഇപ്പം അറിയാൻ വയ്യാത്തവർ അറിയട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പം കുചേല ദിനത്തിൻ്റെ പ്രത്യേകത എന്താണ്? അന്നേ ദിവസം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. പിന്നെ നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യം ഞാൻ അവസാനം പറഞ്ഞുതരാം, ഭഗവത് രഹസ്യം. അപ്പം ആദ്യം ക്ഷേത്രത്തിൽ ചെയ്യേണ്ട കാര്യം പറയാം. അപ്പം കുചേല ദിവസത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് പറഞ്ഞിട്ട് പറയാം. കാരണം അത് പ്രാധാന്യം അറിഞ്ഞ് ചെയ്യുമ്പോഴേ അത് ഫലം ലഭിക്കത്തുള്ളൂ. എനിക്ക് എൻ്റെ ഗുരുനാഥൻ ക്രിയാകുണ്ടലിനെ പ്രാണായാമം തന്നപ്പം എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞു തന്നത്, ഇത് ശിവൻ ചെയ്ത വിദ്യയാണ്. ശിവൻ അഗസ്ത്യന് കൊടുത്തു, അഗസ്ത്യനിൽ നിന്ന് ക്രിയാബാബാജിക്ക് കിട്ടി, ക്രിയാബാബാജിയിൽ നിന്ന് ലഹരി മഹാശയന് കിട്ടി, ലഹരി മഹാശയനിൽ നിന്നും യുക്തേശ്വരഗിരിക്ക് കിട്ടി, യുക്തേശ്വരഗിരിയിൽ നിന്നും യോഗാന്ത പരമഹംസയ്ക്ക് കിട്ടി, യോഗാന്ത പരമഹംസയിൽ നിന്നും വന്ന പരമ്പരയിൽ നിന്ന് സ്വാമി വിദ്യാനന്ദഗിരിയിൽ നിന്നാണ് ഞാൻ ക്രിയായോഗ സ്വീകരിച്ചത്. അപ്പോൾ അതിൻ്റെ പ്രാധാന്യം പറഞ്ഞപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. എന്ന് പറഞ്ഞ പോലെ കുചേലദിനത്തിൻ്റെ ആ ഒരു പ്രാധാന്യം പറഞ്ഞിട്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുമ്പോഴാണ്, ഈ കാര്യം സമർപ്പിക്കുമ്പോഴാണ് ബലം ഉണ്ടാകുന്നത്. അതെങ്ങനെ, അതിനൊരു രീതിയും കൂടെ ഉണ്ട്, അതുകൂടെ പറഞ്ഞുതരാം. അപ്പം അതായത് സർവ്വവിധ ദാരിദ്ര്യ ശമനം ഉണ്ടാകും, കടബാധ്യതകൾ മാറും, സർവ്വ കടങ്ങളും ഭഗവാൻ മാറ്റിത്തരും. ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് കുചേല ദിനം. അതായത് ഡിസംബർ 18, 2024 ബുധനാഴ്ച. പിന്നെ അടുത്ത് വന്നു, 1-2 ദിവസമേ ഉള്ളൂ. ഡിസംബർ 18 ബുധനാഴ്ച 2024 അടുത്ത് വന്നു. ഞാനപ്പം അതുകൊണ്ടാണ് ഇപ്പം ഇത് വീഡിയോ ഇടുന്നത് തന്നെ. അപ്പോൾ അന്നേ ദിവസം ഭഗവാന് ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട ഒരു കാര്യമുണ്ട്. അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് അതെങ്ങനെയാണ് സമർപ്പിക്കേണ്ടതെന്ന് പറയാം. അതിനുവേണ്ടി ഭഗവാനെ അത് കുചേലൻ സമർപ്പിച്ച ആ ഒരു കാര്യം പറഞ്ഞിട്ട് പറയാം. അപ്പോഴേ നിങ്ങൾക്ക് ആ ഒരു പ്രത്യേക രീതിയിൽ സമർപ്പിക്കണം. അതായത് ഭഗവാനും സുധാമാവും, അതായത് കുചേലൻ സുധാമാവും സാന്ദീപിനി മുനിയുടെ ഗുരുകുലത്തിലെ സഹപാഠികളായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഗുരുകുല വിദ്യാഭ്യാസമാണ്, ഗുരുവിൻ്റെ അടുത്ത് പോയി ആണ് വിദ്യ അഭ്യസിക്കുന്നത്. അത് അങ്ങനെ അവർ വിദ്യ അഭ്യസിച്ചു. രണ്ടുപേരും രണ്ട് വഴിക്ക് പിരിഞ്ഞു. വർഷങ്ങൾ കഴിഞ്ഞു. സുധാമാവ് കുടുംബ പ്രാരാബ്ധത്തിലേക്ക് കടന്നു. അപ്പം ദാരിദ്ര്യം അദ്ദേഹത്തെ വല്ലാതെ അലട്ടി. മുഷിഞ്ഞ വസ്ത്രങ്ങളും ദാരിദ്ര്യവും, അങ്ങനെ ദാരിദ്ര്യം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പത്നി പറഞ്ഞു, സുധാമാവിനോട് പറഞ്ഞു, നിങ്ങളുടെ സുഹൃത്തല്ലേ, ആത്മസുഹൃത്തല്ലേ ഭഗവാൻ ശ്രീകൃഷ്ണൻ, അദ്ദേഹത്തെ പോയി കണ്ട് എന്തെങ്കിലും ചോദിക്കുക. അങ്ങനെ ഗത്യന്തരമില്ലാതായപ്പോൾ കുചേലൻ്റെ കയ്യിൽ ഒന്നുമില്ല ഭഗവാൻ കൊടുക്കാൻ. അല്പം അവലെന്ന് പറഞ്ഞാൽ നെല്ലും കല്ലും ഒക്കെ ഉണ്ടെന്ന് അതിൻ്റെ അകത്ത് പറയുന്നത്.
അപ്പോൾ അങ്ങനെയുള്ള അവലെ അദ്ദേഹം ഇടിച്ച് അവലാക്കി. അവലിനകത്ത് കല്ലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്, നെല്ലിൻ്റെ അംശവും കല്ലും ഒക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദാരിദ്ര്യത്തിൻ്റെ ഒരു അവസ്ഥയാണ് അത് കാണിക്കുന്നത്. അങ്ങനെ അവല് ഉണ്ടാക്കി ഒരു ചെറിയ കിഴിക്കകത്ത് മുഷിഞ്ഞ വസ്ത്രങ്ങളാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അവൽക്കിഴി കെട്ടി ഭഗവാനെ കാണാൻ പോകും. ഇപ്പം ഭഗവാനെ ഞാൻ പെട്ടെന്ന് പറയുകയാണ്, ഭഗവാനെ കണ്ട് മാത്രയിൽ ഭഗവാനും രുക്മിണി ദേവിയും കുചേലനെ സ്വീകരിക്കുന്നു. ഭഗവാൻ കുചേലനെ ആശ്ലേഷിക്കുന്നു. സ്നേഹത്താൽ ഭഗവാൻ ആ ദിവ്യമായ സ്നേഹത്താൽ കുചേലനെ ആശ്ലേഷിക്കുകയാണ്. അപ്പം ഭഗവാൻ ആശ്ലേഷിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരം പുണ്യം എന്തുണ്ട്? അപ്പം ഭഗവാന്റെ ഹൃദയത്തിൽ ആണ് മഹാലക്ഷ്മി വസിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴേ കുചേലന് അനുഗ്രഹം കിട്ടി. എന്നിട്ട് ഭഗവാൻ തന്നെ തപ്പിയെടുക്കുകയാണ് കുചേലൻ്റെ ആ കയ്യിൽ കരുതിയ അവൽപ്പൊതി. കാരണം കുചേലന് ഇത് ഭഗവാനോട് പറയാനും കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടുണ്ട്. കാരണം ഭഗവാന് എത്രയോ ആ ഒരു രീതിയിൽ ജീവിക്കുന്നു. കുചേലൻ്റെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടും ഈ അവൽപ്പൊതി കൃഷ്ണ എന്ന് പറയാൻ പോലും കുചേലന് ബുദ്ധിമുട്ട് മനസ്സിൽ തോന്നുന്നു. അപ്പം ഭഗവാൻ തന്നെ തപ്പിയെടുക്കുകയാണ്. ആശ്ലേഷിച്ച് കഴിഞ്ഞ് കുചേലനെ ആശ്ലേഷിച്ച് കഴിഞ്ഞ് ഭഗവാൻ തന്നെ കുചേലൻ്റെ കയ്യിൽ നിന്ന് അവൽപ്പൊതി തപ്പിയെടുത്ത് ഭഗവാൻ ആദ്യത്തെ ഒരു പിടി അവൽ ഭക്ഷിച്ചപ്പോഴത്തേനും കുചേലൻ കുബേരനായി. ഒറ്റപ്പിടി അവൽ എന്നാണ് പറയുന്നത്. കുചേലൻ കുബേരനായി. കുചേലന് ഗ്രാമവും ഐശ്വര്യവും ഗ്രഹവും എല്ലാം ഉണ്ടായി. ഇതറിഞ്ഞ മഹാലക്ഷ്മിയുടെ തന്നെ അംശമായ രുക്മിണി ദേവി രണ്ടാമത്തെ അവല് ഭഗവാൻ കഴിക്കാൻ പോയപ്പോൾ കയ്യിൽ പിടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ആദ്യത്തെ ഒരു പിടി അവല് കഴിച്ചപ്പോൾ തന്നെ സർവ്വ ഐശ്വര്യങ്ങളും കുചേലനുണ്ടായി. കുചേലൻ കുബേരനായി, അല്ലെ കുബേരനെക്കാട്ടിൽ ധനവാനായി. അപ്പം അത് ഈ ധനുമാസത്തിലെ ആദ്യത്തെ ബുധനാഴ്ചയായിരുന്നു ആ ദിവസം. അത് കുചേല ദിനമായിട്ട് ഇന്ന് നമ്മൾ കൊണ്ടാടുകയാണ്. അപ്പോൾ അത് ഈ വരുന്ന ഡിസംബർ 18, 2024 ബുധനാഴ്ചയാണ്. അത്ര വിശിഷ്ടമായ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന ദിവസമാണ്. അന്ന് നമ്മൾ ഈ ഒരു സങ്കല്പം നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. കുചേലൻ പോയതും കുചേലൻ്റെ സർവ്വ ദാരിദ്ര്യങ്ങളും തീർന്നു, സർവ്വ കഷ്ടപ്പാടുകളും തീർന്നു, സർവ്വ കടബാധ്യതകളും തീർന്നു. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണനെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെയോ വൈകിട്ടോ, ചിലർക്ക് ചിലപ്പോൾ രാവിലെ ചെയ്യാൻ പറ്റുന്നവർ രാവിലെ ചെയ്യുക, ഇനി അതല്ല വൈകിട്ട് പറ്റുന്നവർ വൈകിട്ട് ചെയ്യാൻ, അതിനകത്ത് കുഴപ്പമൊന്നുമില്ല. നിങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു കിഴി അവൽപ്പൊതി സമർപ്പിക്കുക. ഇനി അതല്ല ഞാൻ പറയാൻ പോകുന്നത്, ഞാൻ പറഞ്ഞ ഒരു രീതി എന്ന് പറഞ്ഞല്ലോ, അതെന്താണെന്നറിയുമോ? ശക്തിക്കൊത്ത രീതിയിൽ നിങ്ങൾക്ക് 1 കിലോ അവല് സമർപ്പിക്കാൻ കഴിവുണ്ട് 1 കിലോ അവല് സമർപ്പിക്കുക. നിങ്ങൾക്ക് 2 കിലോ അവല് സമർപ്പിക്കാൻ കഴിവുണ്ട് 2 കിലോ അവല് സമർപ്പിക്കുക. ശക്തിക്കൊത്ത രീതിയിൽ സമർപ്പിക്കുക. യാതൊന്നും ആഗ്രഹിക്കാതെ സമർപ്പിക്കുക. കുചേലൻ ഭഗവാനെ കണ്ടപ്പോൾ എല്ലാം മറന്നുപോയി. കുചേലൻ്റെ ദാരിദ്ര്യമോ ബുദ്ധിമുട്ടോ ഒന്നും ഭഗവാനോട് പറഞ്ഞില്ല, അതെല്ലാം മറന്നുപോയി. പക്ഷേ ഭഗവാൻ കുചേലൻ ഒരു ചിന്തയില്ലാതാണ് ഭഗവാനെ മുന്നിൽ നിന്നത്. അപ്പോൾ അതുകൊണ്ട് കുചേലനെല്ലാം ലഭിച്ചു. നിങ്ങളും ഭഗവാനിൽ ഒന്നും നിങ്ങളുടെ കാര്യം പറയണ്ട. അവിടെ എനിക്ക് ലോണുണ്ട്, അതുണ്ട്, ഇതുണ്ട്, കടമുണ്ട് ഒന്നും പറയണ്ട. എല്ലാം ഉണ്ടായിക്കോട്ടെ. ഭഗവാനെ എന്നുള്ള ചിന്തയിൽ ഈ അവല് സമർപ്പിക്കണം. അതാ ചെയ്യേണ്ട രീതിയിൽ ഞാൻ പറഞ്ഞത്. അപ്പം അതിനൊരു ചെറിയൊരു വിദ്യയും കൂടെ പറഞ്ഞുതരാം. ഞാനീ പറയുന്ന രീതിയിൽ നിങ്ങൾ അവല് സമർപ്പിച്ച് നോക്കുക. കാരണം ഞാൻ പറഞ്ഞ രീതിയിൽ ചെയ്തവർക്കൊക്കെ ജീവിതത്തിൽ ഉയർച്ച ഉണ്ടായിട്ടുണ്ട്. നിങ്ങളെ ഇപ്പം ഏതൊരു മാസത്തിലെയും 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ 1 കിലോ അവല് അല്ലെങ്കിൽ 4 കിലോ അവല് 4 കിലോ അവല് കണക്കിൻ്റെ ഒരു കളിയാണ് സംഖ്യാജ്യോതിഷം വെച്ച്. ഒന്നുകിൽ 1 കിലോ അവല് അല്ലെങ്കിൽ 4 കിലോ അവല്. 4 ഇച്ചിരി ബെറ്റർ ആണെന്നാണ് എൻ്റെ അഭിപ്രായം. നിങ്ങളുടെ സൗകര്യം അല്ലെങ്കിൽ 1 കിലോ ആണെങ്കിലും മതി. ഇനി അതല്ല, നിങ്ങൾക്ക് ഒരു കിഴി അവൽപ്പൊതിയാ പറ്റുന്നുള്ള അത് മതി, അതാർക്കും ചെയ്യാം. ഞാനിപ്പം ഒരു പ്രത്യേക രീതി പറയുന്നതേ ഉള്ളൂ, പറ്റുന്നവർ ചെയ്യുക, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ 1, 10, 19, 28 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ ഒന്നുകിൽ 1 കിലോ അവല് അല്ലെങ്കിൽ 4 കിലോ അവല് സമർപ്പിക്കുക. 2, 11, 20, 29 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 2 കിലോ അവല് സമർപ്പിക്കുക അല്ലെങ്കിൽ 7 കിലോ അവല് സമർപ്പിക്കുക. ഇനി 3, 12, 21, 30 3, 12, 21, 30 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 3 കിലോ അവലാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും.
ഇനിയിപ്പം ഞാൻ പറയുന്നത് നിങ്ങൾ അത്രയും സമർപ്പിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു ചെറിയ അവൽ കിഴി സമർപ്പിച്ചാലും മതി. ഭഗവാനെ എന്നുള്ള ചിന്ത സമർപ്പിച്ചാൽ മതി. ഞാൻ പിന്നെ ഇത് പറയുന്നതേ ഉള്ളൂ, പറ്റുന്നവർ ചെയ്യുക, അല്ല അതൊരു ചെയ്യേണ്ട, അത്രയേ ഉള്ളൂ. 4, 13, 22, 31 ഈ തീയതികളിൽ ജനിച്ചവർ 4 കിലോ അവൽ സമർപ്പിക്കുന്നതാണ്. ഇനി 5, 14, 23 ഈ തീയതികളിൽ ജനിച്ചവർ 5, 14, 23 5 കിലോയോ 9 കിലോയോ അവൽ സമർപ്പിക്കാം. 5 കിലോ ആണെങ്കിലും മതി. അപ്പോൾ ഇത് സംഖ്യായൂഷ പ്രകാരം ചില കാര്യങ്ങൾ കണക്കിൽ ചെയ്താൽ, നിങ്ങൾ ജനിച്ച തീയതി അനുസരിച്ച് ചില കണക്കിൽ ചെയ്താൽ അത് നമുക്ക് വളരെ ഐശ്വര്യമായിട്ട് വരും. അങ്ങനെ ചില അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലായതുകൊണ്ട് പറയുന്നതാണ്. നിങ്ങളുടെ സൗകര്യം പോലെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു കിഴി അവരാണെങ്കിലും സമർപ്പിച്ചാൽ മതി എന്ന് ഞാൻ വീണ്ടും പറയുന്നു. കാരണം പല ആളുകളല്ലേ ഇത് കാണുന്നത്, പല രീതിയിലായിരിക്കും മനസ്സിലാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഒന്നുകൂടെ പറഞ്ഞത്. ഒരു കുഴപ്പമില്ല, നിങ്ങളെക്കൊണ്ട് പറ്റുന്ന പോലെ ഒരു കിഴിയാണെങ്കിലും സമർപ്പിച്ചാൽ മതി. ഈ ഞാനീ പറയുന്ന കാര്യം പറ്റുന്നവർ ചെയ്യാമെന്നുള്ളൂ. ഇനി 6, 15, 24 ഈ തീയതികളിൽ ജനിച്ചവർ 4 കിലോ അവൽ സമർപ്പിക്കുക. അതിൻ്റെ അകത്ത് കാര്യമുണ്ട്. 6 വേണ്ട, 4 മതി. അതൊരു കണക്കിൻ്റെ കളിയാണ്. അങ്ങനെ ചില കാര്യങ്ങളുണ്ട്. 4 കിലോ അവൽ. ഇനി 7, 16, 25 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 7 കിലോ അവൽ, അല്ലെ 2 കിലോ അവൽ. 8, 17, 28 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 3 കിലോ അവൽ സമർപ്പിച്ചാൽ മതി. 3 കിലോ മതി. അതൊരു പ്രത്യേക കണക്കിലായി പറയുന്നത്. 9, 18, 27 ഈ തീയതികളിൽ ജനിച്ചവരാണെങ്കിൽ 5 അല്ലെ 9 കിലോ അവൽ സമർപ്പിക്കാം. 5 കിലോ അല്ലെ 9 കിലോ എന്നുള്ള. ഇങ്ങനെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കി, നിങ്ങൾക്ക് ജീവിതത്തിൽ അത് ഗുണമായിട്ട് വരും. 10 ഇരട്ടി നിങ്ങൾക്ക് തിരിച്ചു വരും. കാരണം നിങ്ങൾ ജനിച്ച തീയതിയുമായിട്ട് കണക്ട് ചെയ്ത് പല കാര്യങ്ങളും ചെയ്താൽ ജീവിതത്തിൽ വലിയ ഗുണമുണ്ടാകും. മനസ്സിലാവുന്നു? അപ്പോൾ അത് പറ്റുന്നവർ ചെയ്യുക, അല്ലാത്തൊരു ചെറിയ കിഴി അവലാണെങ്കിലും സമർപ്പിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇത് രാവിലെ വൈകിട്ടോ സമർപ്പിക്കാം. സമർപ്പിക്കുമ്പോൾ എനിക്ക് കടമുണ്ട്, എനിക്ക് ലോണുണ്ട്, എനിക്കുണ്ട്, ഇതൊന്നും ചിന്തിക്കണ്ട, ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഭഗവാനെ എന്നുള്ള ചിന്തയിൽ സ്വയം മറന്ന് ഭഗവാൻ മാത്രം മനസ്സിൽ കാണാവുള്ളൂ. അങ്ങനെ വേണം സമർപ്പിക്കാൻ. അതൊരു കിഴി സമർപ്പിച്ചാലും കൊള്ളാം, എത്ര സമർപ്പിച്ചാലും കൊള്ളാം. ഇത് നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യണം. അതിൽ കാര്യമുണ്ട് കേട്ടോ. നമ്മൾ അടുത്തുള്ള ദേവചൈതന്യം മറന്ന് നമ്മൾ പോകരുത്. പിന്നെ ഗുരുവായൂരൊക്കെ പോയി ചെയ്യുന്നവർക്ക് അവിടെ പോയി ചെയ്യാം, അതൊക്കെ നല്ലത് തന്നെയാണ്, ചെയ്തോളൂ, ഏറ്റവും നല്ലതാണ്. പക്ഷെ നിങ്ങളുടെ പറ്റുന്നവർ, ഇപ്പോൾ അവിടെ പോകാൻ പറ്റാത്തവർ, നിങ്ങളുടെ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ രാവിലെ പോയി ചെയ്യുക. അതിനൊരു ഗുണമുണ്ട്, അതുകൊണ്ട് പറഞ്ഞാണ്. ഇനി ഗുരുവായൂർ പോകാൻ പറ്റുന്നവർ അവിടെ പോയി, അത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അല്ലാത്തവർ അടുത്തുള്ള കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ ചെയ്യാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ശക്തിക്കൊത്ത സമർപ്പണം ആകുമ്പോഴത്, ഞാൻ ഈ പറഞ്ഞ രീതിയിലുള്ള സമർപ്പണം ആകുമ്പോൾ അത് ഫലം ഉണ്ടാവും. കാരണം ഞാൻ പറഞ്ഞ അങ്ങനെ അവൽ സമർപ്പിച്ചവർക്ക് വലിയ ഐശ്വര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഒരു ഭഗവത് രഹസ്യമാണ്. നിങ്ങൾക്കിപ്പം വീട്ടിൽ ഇരുന്നുകൊണ്ടും ചെയ്യാം, ഈ കുചേലദിനത്തിൽ ചെയ്യാം, എന്നും ചെയ്യാം. കുചേലദിനം തൊട്ട് അങ്ങോട്ട് തുടങ്ങാം. കുചേലദിനത്തിൻ്റെ അന്ന് ആദ്യമായിട്ട് ചെയ്യാം, അല്ല ഇപ്പം തൊട്ട് ചെയ്യാം. ഒരു ഭഗവത് രഹസ്യമാണ്. അത് പറയുന്നതിന് മുമ്പേ ഒരു ക്ഷേത്രത്തിൻ്റെ ചരിത്രം പറയണം. ആ ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിനകത്ത് ഭഗവത് രഹസ്യമുണ്ട്, ഭഗവാൻ നാരായണൻ്റെ. അപ്പം ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം എന്നൊരു ക്ഷേത്രമുണ്ട്. അപ്പോൾ ആ ക്ഷേത്രത്തിനൊരു ചരിത്രം ഞാനൊരു TV-യിലൊരു പ്രോഗ്രാമിൽ കണ്ടതാണ്. പക്ഷെ അതിൻ്റെ അകത്തൊരു കാര്യവും അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പം അതിൻ്റെ അകത്തൊരു ഭഗവത് രഹസ്യം. അപ്പോൾ ഈ രഹസ്യം എനിക്ക് നേരത്തെ അറിയാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ആ ശൈവസിദ്ധ പരമ്പരയുടെ ഭാഗമാണ്, നമുക്കറിയാതെ. പക്ഷെ നിങ്ങൾക്കതറിയാൻ വേണ്ടി ഞാൻ ഭഗവത് രഹസ്യം ഈ ഒരു കാര്യത്തിലൂടെ പറഞ്ഞുതരാം. ആ വിദ്യയിലൂടെയാണ് എല്ലാവരും പരമപദത്തെ പ്രാപിച്ചത്. ഞാനീ പറയാൻ പോകുന്ന കാര്യത്തിലൂടെയാണ്. അപ്പോഴേ ഏരൂർ തൃക്കോയിക്കൽ നരസിംഹസ്വാമി ക്ഷേത്രം, അവിടെ ആ ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തെക്കുറിച്ച് TV-യിലൊരു പ്രോഗ്രാം വന്നിരുന്നു, അത് ഞാൻ കണ്ടിരുന്നു. അതിൽ കണ്ട ചരിത്രമാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് അത് പറഞ്ഞു കഴിഞ്ഞ് ഭഗവത് രഹസ്യം പറയും. അവിടെ
ശ്രീ ശങ്കരാചാര്യരുടെ ശിഷ്യനായ പത്മപാദർ തപസ്സു ചെയ്ത സ്ഥലം ആണെന്നാണ് പറയപ്പെടുന്നത്. അപ്പം ആ പത്മപാദർ തപസ്സു ചെയ്യുമ്പോൾ അദ്ദേഹം നരസിംഹത്തെ തപസ്സു ചെയ്യാൻ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ഗുരുവായ ശ്രീ ശങ്കരാചാര്യൻ ഉപദേശിച്ചു, നരസിംഹത്തെ തപസ്സു ചെയ്യാൻ. അപ്പം അങ്ങനെ അന്ന് അവിടെ വളരെ കാട് പിടിച്ച് വലിയ കാടായിരുന്നു എന്നുള്ളതാണ് ആ ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ അവിടെ ഇപ്പോൾ അത് നരസിംഹസ്വാമി ക്ഷേത്രമാണ്. അപ്പോൾ അവിടെ ഇരുന്ന് പത്മപാദർ നരസിംഹസ്വാമിയെ തപസ്സു ചെയ്തു. തപസ്സു ചെയ്യുന്ന സമയത്ത് അദ്ദേഹം തപസ്സിൽ നിന്ന് ഉണർന്നപ്പോൾ ഒരു കാട്ടാളൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഇങ്ങനെ നോക്കിയിരിക്കുക. അദ്ദേഹത്തെ എന്നാ ചെയ്യുന്നതെന്ന് പുള്ളിക്ക് മനസ്സിലാകുന്നില്ല. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാട്ടിൽ ജീവിക്കുന്ന കാട്ടാളൻ, അദ്ദേഹത്തിന് അറിവൊന്നുമില്ലല്ലോ. അപ്പം ആ കാട്ടാളൻ ചോദിച്ചു, നിങ്ങൾ എന്തോ ചെയ്യുന്നത്? അപ്പം പത്മപാദർ ആലോചിച്ചപ്പം തപസ്സു ചെയ്യുവാണെന്നോ അല്ലെങ്കിൽ നരസിംഹസ്വാമിയെ തപസ്സു ചെയ്യുകയാണെന്നോ ഒന്നും ഈ കാട്ടാളനോട് പറഞ്ഞാൽ ആ കാട്ടാളന് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഞാൻ സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഒരു ജീവി ഈ കാട്ടിലുണ്ട്, അതിനെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാട്ടാളൻ പറഞ്ഞു, സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ജീവിയോ ഈ കാട്ടിലോ? ഞാൻ ഈ കാട് മുഴുവൻ അരിച്ചു പറിക്കാൻ എനിക്കറിയാമല്ലോ, എന്നാൽ പിന്നെ അതിനെ കട്ടുപിടിച്ചിട്ട് ബാക്കി കാര്യമുള്ളതെന്ന് പറഞ്ഞ് കാട്ടാളൻ ഈ ജീവിയെ അന്വേഷിച്ചിറങ്ങി. ഇങ്ങനെ കാടിൻ്റെ മുക്കും മൂലയെല്ലാം തപ്പിയിട്ടും കാണുന്നില്ല. അവസാനം ആഹാരവും വസ്ത്രവും വെള്ളവും ഒന്നും കുടിക്കാതെ ഈ ഒരൊറ്റ ചിന്തയുള്ളൂ കാട്ടാളൻ്റെ മനസ്സ് മുഴുവൻ സിംഹത്തിൻ്റെ ശിരസും സിംഹത്തിൻ്റെ തലയും മനുഷ്യൻ്റെ ഉടലുമുള്ള ഈ ജീവിയെ പിടിക്കണമെന്നുള്ള ചിന്തയാണ്. അങ്ങനെ മാസങ്ങളോളം ഭക്ഷണവും വെള്ളവും ഒന്നും കുടിക്കാതെ ഇദ്ദേഹം അലഞ്ഞു നടന്ന ഒറ്റ ചിന്തയിൽ, വേറൊരു ചിന്തയില്ല, തപ്പുകയാണ്. അവസാനം ഇദ്ദേഹത്തിന് മുന്നിൽ നരസിംഹം പ്രത്യക്ഷപ്പെട്ടു. ഇദ്ദേഹത്തിന് അറിയത്തില്ല ഇത് ഈശ്വരനാണ്. കാട്ടാളനുണ്ണെ ഇദ്ദേഹത്തെ വരിഞ്ഞു കെട്ടി പത്മപാദർ സമക്ഷം കൊണ്ടുപോയി. പത്മപാദർ പറഞ്ഞു, ഭഗവാനെ, ഞാൻ ഇത്രയും തപസ്യ ചെയ്തിട്ട് എൻ്റെ മുന്നിൽ അങ്ങ് പ്രത്യക്ഷപ്പെട്ടില്ല. ഈ കാട്ടാളൻ്റെ മുന്നിൽ അദ്ദേഹം അവിടുന്ന് പ്രത്യക്ഷപ്പെട്ട്. അപ്പം നരസിംഹസ്വാമി പറഞ്ഞു, ഇദ്ദേഹം കാട്ടാളനാണ്, പക്ഷെ ഇവൻ മുൻജന്മത്തിൽ ഹരിഭക്തനായിരുന്നു, ഹരിയുടെ ഭക്തനായിരുന്നു, ഭഗവാന്റെ ഭക്തനായിരുന്നു. അപ്പം ഈ ജന്മം ഇവൻ കാട്ടാളനായി. അപ്പോൾ ഇവൻ്റെ മനസ്സിൽ ഞാനെന്നുള്ള ചിന്ത മാത്രമേ ഉള്ളായിരുന്നു. ഇവനെ ആഹാരവും വെള്ളവും ഒന്നുമില്ലാതെ ഇവൻ്റെ മനസ്സിൽ ഭഗവാന്റെ രൂപം മാത്രമേ ഉള്ളായിരുന്നു, ഭഗവാൻ എന്നുള്ള ചിന്തയേ ഉള്ളായിരുന്നു. അങ്ങനെ ഇവൻ മാസങ്ങളോളം ഇവൻ അലഞ്ഞ് ഇങ്ങനെ തപ്പുകയാണ്. അപ്പോൾ അവൻ്റെ മനസ്സിൽ ഈ ഭഗവാന്റെ ആ ചിന്ത മാത്രം അത്ര തീവ്രമായപ്പോൾ ഭഗവാന് പ്രത്യക്ഷപ്പെടാതെ നിവൃത്തിയില്ല. ഭഗവാൻ അതുകൊണ്ട് പ്രത്യക്ഷപ്പെട്ടതാണ്. എന്നിട്ട് ഭഗവാൻ ഈ കാട്ടാളനെ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് പത്മപാദരോട് പറഞ്ഞു, ഇനിയും നീ കുറച്ച് നാളുകൂടെ തപസ് ചെയ്യൂ, നിനക്ക് സദ്ഗതി ഉണ്ടാകും, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും എന്ന് അരുളി ചെയ്തിട്ട് പോവുക. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കാട്ടാളന് എങ്ങനെയാണ് ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടത്? അതൊരു വലിയ ഒരു രഹസ്യമാണ്. ഞാൻ ഈ വിദ്യ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ജപം, തപം നമ്മളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതോടൊപ്പം അതൊക്കെ നല്ലത് തന്നെ. അതോടൊപ്പം ഭഗവാന്റെ രൂപം നമ്മൾ സദാ സർവദാ എപ്പോഴും വെറുതെ ഇരിക്കുമ്പോൾ ചിന്തിക്കുക, മനസ്സിൽ കാണുക. അതിനോളം വലിയ വിദ്യയില്ല. ഭഗവാന്റെ രൂപം വെറുതെ ഇരിക്കുമ്പോൾ എന്ന് വെച്ചാൽ നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ ഒരു ആഹാരം പാകം ചെയ്യുന്നതിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലോ ഒന്നും ചിന്തിക്കണ്ട. കാരണം ഒരു പ്രവൃത്തി ചെയ്യുമ്പോഴോ അതിൻ്റെ ഇടയിൽ ചിന്തിക്കണ്ട. ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ എത്രയോ സമയം ഒരു ദിവസം തന്നെ നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ ഭഗവാന്റെ രൂപം മനസ്സിൽ ഒരാഗ്രഹവും പറയാതെ, ഒന്നും ആഗ്രഹിക്കാതെ വെറുതെ ഭഗവാന്റെ രൂപം മനസ്സിൽ കാണുക. ഇത് ചെയ്തു പോന്നാൽ ആ വ്യക്തിക്ക് പരമപദം. ഇത് ഞാൻ പറയുന്നത് സത്യമാണ്. കാരണം ഈ വിദ്യ എനിക്ക് നേരത്തെ ശിവവിദ്യയിൽ ഈ ശൈവസിദ്ധന്മാർ 18 സിദ്ധന്മാർ ചെയ്ത ചില വിദ്യകളിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട്. അത് ശിവനുമായി ബന്ധപ്പെട്ടതാണ്. എനിക്ക് ആ വിദ്യ അറിയാം. ഞാൻ ആ വിദ്യ കൊണ്ട് എനിക്ക് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഭഗവാന്റെ അനുഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ ഉറപ്പിച്ച് പറയുന്നു,
ഈ ഒരു വിദ്യ നിങ്ങൾ ഇന്ന് മുതലങ്ങ് ചെയ്യൂ. ഇപ്പം കുചേലദിനത്തിൻ്റെ അന്നും നിങ്ങൾക്ക് ഇത് ഇന്ന് മുതൽ ചെയ്യാം. കുചേലദിനത്തിൻ്റെ അന്നും നിങ്ങൾ ക്ഷേത്രത്തിൽ പോകാത്തവർക്കും വീട്ടിൽ ഭഗവാനെ ഇങ്ങനെ സ്മരിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. അപ്പം ഇപ്പം ക്ഷേത്രത്തിൽ പോകാത്തവർക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം, പോകുന്നവർക്കും ചെയ്യാം. ഇത് ഇന്നു മുതൽ നിങ്ങൾ ചെയ്യാം, നിങ്ങൾക്കിത് എന്നും ചെയ്യാം. അപ്പം നിങ്ങൾ സ്വസ്ഥമായിട്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴേക്കും ഭഗവാന്റെ രൂപം മാത്രം മനസ്സിൽ കാണുക. നിങ്ങൾ അവിടെ ഒന്നും ആവശ്യപ്പെടണ്ട, ഒന്നും ചിന്തിക്കേണ്ട, ഭഗവാനെ എനിക്കൊന്നും തരണേന്ന് പറയണ്ട, ഒരാഗ്രഹവും ഇല്ലാതെ ചിന്തിക്കുക. പരമപദമാണ്, സത്യവിദ്യയാണ് ഈ പറഞ്ഞു തരുന്നത്. ഇതിനപ്പുറത്തൊരു വിദ്യയില്ല, ഇതിനപ്പുറത്തൊരു തപസ്സല്ല, ഇതിനപ്പുറത്തൊരു ജ്ഞാനമില്ല. പരമവിദ്യ പറഞ്ഞു തരുന്നത്, പരമപദമാണ്. ഭഗവാൻ എല്ലാം നൽകും, ഭഗവാനിൽ നിങ്ങളിലേക്ക്. ഇതിനപ്പുറത്തൊരു കാര്യമില്ല. നിങ്ങൾ പക്ഷേ ശുദ്ധ മനസ്സോ ഒന്നും അവിടെ ആവശ്യപ്പെടണ്ട. നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുമ്പോഴും നിങ്ങൾ രാവിലെ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആവശ്യപ്പെട്ടു. പക്ഷേ ഭഗവാന്റെ ആ നാരായണൻ്റെ ആ രൂപം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അല്ലെ ഭഗവാൻ കൃഷ്ണൻ്റെ ഏതാണേലും ഒന്ന് തന്നെയാണ്. ആ രൂപം മാത്രം മനസ്സിൽ സങ്കല്പിച്ചാൽ മതി, യാതൊന്നും ആഗ്രഹിക്കാതെ. ഇത് ഫ്രീ ആയിട്ട് സ്വസ്ഥമായിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്തോളുക. ഇത് നിങ്ങൾക്ക് ചെയ്യാം. ഒരു വീട്ടിൽ അച്ഛനുണ്ട്, അച്ഛന് ചെയ്യാം, അമ്മയ്ക്ക് ചെയ്യാം, കുട്ടികൾക്ക് ചെയ്യാം, പ്രായമുള്ളവർക്ക് ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. ആ വീട്ടിൽ അവർക്കെല്ലാം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകും. അവിടെ ഒന്നും ഒരു പ്രശ്നങ്ങളോ ഐശ്വര്യഹാനിയോ ആപത്തുകളിൽ പോയി ചാടുകയോ ഒന്നും ഉണ്ടാകത്തില്ല. അവർക്കൊക്കെ ഭഗവാന്റെ ആ മോക്ഷമുണ്ടാകും, ഭഗവാനിൽ ലയിക്കും, പരമപദം ഉണ്ടാകും. ഇപ്പം ഞാനിത് ഇത് പ്രത്യേകിച്ച് പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസം ഇന്നലത്തെ വീഡിയോക്കകത്ത് അവസാനം എത്ര പേര് കണ്ടെന്നറിയത്തില്ല, അവസാനം വരെ ഞാൻ ഭൂതാനത്തെക്കുറിച്ച് പറഞ്ഞായിരുന്നു, കുരുരമയെക്കുറിച്ച് പറഞ്ഞായിരുന്നു, വില്ലുമംഗല സ്വാമിയാരെ ജസ്റ്റ് പറഞ്ഞു പോയതേ ഉള്ളൂ. അപ്പോൾ അവർക്കൊക്കെ ഈ പരമപദം കിട്ടിയത് കുരുരമ്മയ്ക്ക് പരമപദം കിട്ടിയത് കുരുരമ്മ മന്ത്രമോ അല്ലെ പൂജയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആ വലിയ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെ അല്ല. കുരുരമ്മ കണ്ണനെ എപ്പോഴും മനസ്സിൽ കണ്ട് എൻ്റെ കണ്ണാന്ന് വിളിക്കുക. മനസ്സിൽ എപ്പോഴും ഭഗവാനാണ്. അതുകൊണ്ട് കുരുരമ്മ വിളിക്കുന്നിടത്ത് ഭഗവാനുണ്ട്. വില്ലുമംഗലം സ്വാമിയാർക്ക് ഭഗവാനെ കാണാനുള്ള കഴിവുണ്ടായിരുന്നു. അദ്ദേഹം പൂജയൊക്കെ ചെയ്യുമായിരുന്നു. അതോടൊപ്പം സദാ സർവ്വതാ ഭഗവാനെ എന്നുള്ള ചിന്തയെ വില്ലുമംഗലം സ്വാമിയാർക്കുള്ളായിരുന്നു. പൂന്താനത്തിൻ്റെ മനസ്സിൽ ഭഗവാൻ മാത്രമേ ഉള്ളായിരുന്നു. അപ്പം ഈ ഭഗവാനെ ഇപ്പം നിങ്ങൾ മന്ത്രം പൂജ അതൊന്നും ഇല്ലേ പോലും. ഇപ്പം കാട്ടാളനിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഈ കാട്ടാളനെ അവസാനം ഭഗവാൻ വൈകുണ്ഠത്തിലേക്ക് കൊണ്ടുപോവുക. തപസ് ചെയ്ത പുള്ളിയോട് പറഞ്ഞാൽ പിന്നെയും തപസ് ചെയ്യാനാണ് പറഞ്ഞത്. പക്ഷെ കാട്ടാളൻ ഈ കുറച്ച് സമയം കൊണ്ട് തന്നെ ഭഗവത് സായുജ്യം നേടി. കാരണം അവൻ്റെ മനസ്സിൽ എന്നിട്ട് നരസിംഹസ്വാമി പറയുന്നത് എന്നെ ഒരു ജന്തുവായിട്ട് അവൻ കണ്ടത്, പക്ഷേ എങ്കിലും അവൻ്റെ മനസ്സിൽ എന്നോടുള്ള എൻ്റെ ചിന്ത മാത്രമേ ഉള്ളൂ. അത് പരമമായ ഭക്തിയായി മാറി ആ ഒരു ചിന്ത. അപ്പോൾ ആ ഒരൊറ്റ കാര്യം മതി ജീവിതത്തിലെല്ലാം നേടിയെടുക്കാൻ, പരമപദം ഉണ്ടാകാൻ. ഇത് ഞാനിത് പറഞ്ഞുതരാൻ കാര്യം, എനിക്ക് ഈ വിദ്യയെക്കുറിച്ച് അറിയാം. കാരണം ഇതിനെക്കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം, നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് വെറുതെ ആകത്തില്ല. കാരണം ശിവവിദ്യകളിൽ ഇങ്ങനെ ശിവൻ്റെ ചില വിദ്യയുണ്ട്, അത് എനിക്കറിയാം. അത് എനിക്ക് കിട്ടിയത് ഞാൻ ധ്യാനാവസ്ഥയിരിക്കുമ്പോൾ നമ്മളെ ചില ഗുരുക്കന്മാർ നമുക്ക് തരുന്നതാണ്. അത് കൃത്യം വഴിയാമണ്ണം ഇങ്ങനെ ചെയ്താൽ, ഇന്ന രീതിയിൽ ചെയ്താൽ ഇന്ന അനുഭവം ഉണ്ടാകും. അത് ചെയ്തപ്പോൾ എനിക്ക് അനുഭവം ഉണ്ടായി. ഭഗവാനിൽ നിന്ന് ഡയറക്റ്റ് ഭഗവാനായി തീർന്ന ആ ഗുരുക്കന്മാരിൽ നിന്ന് തന്നെ നേരിട്ട് വരുന്ന കാര്യമാണ്. കാരണം ഞാൻ ആ പരമ്പരയുടെ ഭാഗമായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് അതുകൊണ്ട് അത്ര ഞാൻ അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറയുന്നത്. ഇത് പരമവിദ്യയാണ്. ഇത് അറിയാവുന്നതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു, ഓം നമോ ഭഗവതേ വാസുദേവായ, ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് നിങ്ങൾ പേപ്പറിൽ എഴുതണം. എഴുതിയിട്ട് ആ എഴുതിയ ആ ഭഗവാന്റെ ഇത് മനസ്സിലെപ്പോഴും ചിന്തിക്കണം. അത് ചിന്തിക്കുമ്പോൾ തന്നെ ഭഗവാന്റെ ഓൾറെഡി രൂപം നിങ്ങളുടെ മനസ്സിൽ വരും. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന പേപ്പറിൽ എഴുതിയിട്ട് അത് മനസ്സിൽ കാണുക, ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ, സ്വസ്ഥമായിട്ടിരിക്കുമ്പോൾ. അപ്പോൾ ഭഗവാന്റെ രൂപം ഓൾറെഡി മനസ്സിൽ വരും. ഇത് നിങ്ങൾ ഗുരുവായൂർ ഏകാദശിയുടെ അന്ന് സാധിക്കുമ്പോൾ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞാൽ വീഡിയോ ഇട്ടായിരുന്നു. എനിക്കിത് അറിയാവുന്നതുകൊണ്ടാണ് ഞാനിതിട്ട് തന്നത്.
ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ശിരസ് മുതൽ പാദം വരെയുള്ള ആ ഭഗവാന്റെ ആ ഭഗവാൻ തന്നെയാണത് എന്നറിഞ്ഞ് നിങ്ങൾ, അപ്പം പലരും അത് ചെയ്തിട്ടുണ്ട്. എനിക്ക് ചിലർ വാട്സപ്പിലൊക്കെ ഇട്ട് തന്നു, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പേപ്പർ എഴുതി. എന്നിട്ട് പേപ്പർ അങ്ങ് എവിടെയെങ്കിലും മടക്കി വെച്ചേക്കണം. നിങ്ങൾ ആ മനസ്സിൽ ആ എഴുതിയ ആ അക്ഷരം മാത്രം മനസ്സിൽ ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ചിന്തിച്ചാൽ പോലും പരമപദം ഉണ്ടാവും. ഇപ്പം ഞാൻ പറഞ്ഞു തന്നത്, നിങ്ങൾ ഭഗവാന്റെ രൂപം ചിന്തിച്ചോളൂ, ഭഗവാന്റെ രൂപം മനസ്സിൽ കണ്ടോളൂ. അപ്പം അത് ഇന്ന് മുതൽ ചെയ്തോളൂ. ഇതിൽ കൂടുതലൊന്നുമില്ല പറയാൻ, ഇതിൽ കൂടുതലൊന്നുമില്ല തരാൻ. ഇപ്പം ഭഗവാനെ തന്നെ ഒന്ന് സ്തുതിച്ചുകൊണ്ട് ഞാൻ വീഡിയോ നിർത്തുകയാണ്. സാന്ദ്രാനന്ദാവബോധാത്മകമനുപമിതം കാലദേശാവധിഭ്യാം നിർമുക്തം നിത്യമുക്തം നിഗമശതസഹസ്രേണ നിർഭാസ്യമാനം അസ്പഷ്ടം സ്പഷ്ടമാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതത്വം തത്താവത്ഭാതി സാക്ഷാത് ഗുരുപവനപുരേ ഹന്തഭാഗ്യം ജനാനാം. നിങ്ങൾ ഇങ്ങനെ ഭഗവാനെ സദാ സർവദാ ഫ്രീ ആയിട്ടിരിക്കുമ്പം എപ്പോഴും സങ്കല്പിച്ചിട്ട് ഈ ഒരു ശ്ലോകം ജപിച്ചാൽ മഹാനിർവൃതി ഉണ്ടാകും. സങ്കല്പത്തിലാണ് ബ്രഹ്മം, സങ്കല്പമാണ് ബ്രഹ്മം. സങ്കല്പിക്കുമ്പോൾ നമ്മുടെ റൈറ്റ് ബ്രെയിനാണ് ആക്റ്റീവ് ആകുന്നത്. ആ റൈറ്റ് ബ്രെയിൻ ആക്റ്റീവ് ആകുന്നതിലൂടെയാണ് എല്ലാ സിദ്ധന്മാരും എല്ലാ യോഗികളും പരമമായ ആ സായുജ്യം, ആ ഈശ്വര സാക്ഷാത്കാരം നേടിയത്. മനസ്സിലാകുന്നുണ്ടോ? സങ്കല്പത്തിലൂടെയാണ്. സങ്കല്പമാണ് ബ്രഹ്മം. അപ്പോൾ ഇത് ഭഗവാന്റെ രൂപം നിങ്ങൾ സദാ സർവദാ ഫ്രീ ആയിട്ടിരിക്കുമ്പോഴൊക്കെ ആ ഭഗവാന്റെ നാരായണന്റെ രൂപം സങ്കല്പിക്കുക, അല്ലെ കൃഷ്ണന്റെ രൂപം സങ്കല്പിക്കുക, അല്ലെ നാരായണന്റെ രൂപം സങ്കല്പിക്കുക, എല്ലാം ഒന്ന് തന്നെയാണ്. അല്ലെ നിങ്ങൾക്ക് ശിവന്റെ രൂപം സങ്കല്പിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ദേവതയുടെ രൂപം സങ്കല്പിക്കുക, എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് ഞാൻ ഭഗവാനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നാരായണന്റെ രൂപം സങ്കല്പിക്കുക. അതിനോളം പരമമായ വിദ്യ യാതൊന്നുമില്ല. എല്ലാവരും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊക്കെ എത്ര പേര് അവസാനം വരെ കാണുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ കാണുന്നവർ ഉറപ്പായിട്ടും രക്ഷപ്പെടും, അതിലെനിക്ക് സംശയമില്ല. ആര് കണ്ടാലും മനസ്സിലാക്കിയ. ഇതായാലും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഓം കൃഷ്ണായ നമഃ. ശിവോഹം.